ദൃശ്യമനോഹാരിതയാൽ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കരിയാത്തുംപാറ. അരുവിയും പച്ചപ്പുൽത്തകടികളും മഞ്ഞും മഴയും ഒക്കെയാണ് പ്രധാന ആകർഷണം. ഒരു ദിവസത്തെ യാത്രയ്ക്കായി കുടുംബമായും സുഹൃത്തുക്കളുമൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് കരിയാത്തുംപാറ തിരഞ്ഞെടുക്കാം. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരക്ക് പിടിച്ച നഗരജീവിതത്തിൽ നിങ്ങൾ അസ്വസ്ഥരാണോ? ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കമോൺ. മലബാറിന്റെ ഗവി എന്നും മലബാറിന്റെ ഊട്ടി എന്നും അറിയപ്പെടുന്ന ആ കിടിലൻ സ്പോട്ടിന്റെ പേരാണ് കരിയത്തുംപാറ. നമ്മുടെ യാത്ര കരിയത്തുംപാറയിലേക്ക് എത്തുകയാണ്. കരിയത്തുംപാറയിലേക്ക് എത്തുമ്പോൾ വലത് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പച്ച പരവതാനി വിരിച്ച നിരവധി സ്പോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വെയിലും മഴയൊക്കെയുള്ള 47 കിലോമീറ്റർ താണ്ടി നമ്മൾ കരിയത്തുംപാറയിൽ എത്തിയിരിക്കുകയാണ്. കരിയത്തുംപാറ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുതിർന്നവർക്ക് 30 രൂപയാണ്, സീനിയർ സിറ്റിസന് 15 രൂപ, കുട്ടികൾക്ക് 10 രൂപ, പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ 500 രൂപ. അങ്ങനെ ഒരു ടിക്കറ്റ് നിരക്കുണ്ട്, ചെറിയ ടിക്കറ്റ് നിരക്കാണ്. അത് എടുത്ത ശേഷം നേരെ നമ്മൾ കരിയത്തുംപാറയിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ച അവിടെ കാണാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വന്നാൽ ഇടതുഭാഗവും വലതുഭാഗവും ഉണ്ട്. നമുക്ക് ഇടതുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്പനേരം സംസാരിച്ചിരിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെ കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റിയ ഭാഗമാണ് ഇടതു സൈഡ് എന്ന് പറയുന്നത്. ഇനി വലതുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വലതുഭാഗത്താണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ കുളിക്കാൻ പറ്റിയ സ്പോട്ടുള്ളത്. അപ്പോൾ രണ്ട് ഭാഗവും തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ കുളിക്കാൻ പോയാൽ മുന്നോട്ട് പോക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ആദ്യം ഇടത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ടൂറിസം കേന്ദ്രത്തിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. 5:30 ടിക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണി വരെ ടിക്കറ്റ് എടുത്തവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ ഇത് ഒരു റിസർവർ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷേൻ്റെ ഭാഗമായിട്ട് 2 ലൈഫ് ഗാർഡ്സും മറ്റ് സെക്യൂരിറ്റി സ്റ്റാഫുകളും ഇവിടെയുണ്ട്. ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് 1.5 കിലോമീറ്റർ അപ്പുറം തോണിക്കടവ് എന്ന് പറഞ്ഞ മറ്റൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെയും പ്രവേശിക്കാവുന്നതാണ്. അടിപൊളി സ്ഥലം. കുറച്ച് നേരത്തെ വരണമെങ്കിൽ ലേറ്റ് ആയിപ്പോയി. കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓ അടിപൊളി. ഇവളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല, വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ ഡ്രസ്സെല്ലായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് പോലും അറിയില്ല ഇവിടെ ഡ്രസ്സ് മാറ്റണം എന്നുള്ള കാര്യം. വളരെ നല്ലത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ചതുപ്പ് പോലെ തോന്നുന്ന സ്ഥലം, പക്ഷെ അടുത്തെത്തുമ്പോഴല്ലേ ഒരു സ്വർഗ്ഗമാണെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ നനവും കുളിരും. അടിപൊളി അടിപൊളി. ഞാൻ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, നടുവണ്ണൂരാ വീട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. മുമ്പ് നമ്മൾ കണ്ട പോലെ തന്നെ ചെറിയ അരുവിയുണ്ട്. ഈ അരുവി കടന്നു വേണം തൊട്ടപ്പുറത്തേക്ക് കിടക്കാൻ. ഈ എൻ്റെ കൈ കാണുന്ന പോലെ തന്നെ ഇതേപോലത്തെ ഉരുളൻ കല്ലുകളാണ്. ഈ ഉരുളൻ കല്ലുകളിൽ കാല് വഴുതാതെ വളരെ സൂക്ഷിച്ച് മാത്രമേ അപ്പുറത്തേക്ക് കിടക്കാവുള്ളൂ. അതിനുശേഷം അപ്പുറത്താണ് സെൽഫി പോയിന്റ് ഉൾപ്പെടെയുള്ള മറ്റ് കൂടുതൽ വിശേഷങ്ങൾ കാത്തിരിക്കുന്നത്. അരുവി കടന്ന് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ കണ്ണെത്താ ദൂരത്തോളം പച്ച പരവതാനി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിക്കും സെൽഫി എടുക്കാനും അല്ലെങ്കിൽ വെഡ്ഡിംഗ് വീഡിയോഗ്രാഫിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ അതും പരമാവധി എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം. അപകടമില്ലാത്തൊരു വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ പിള്ളേർക്കൊക്കെ ഒരു സുഖമായിട്ടുള്ള സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ ധാരാളം ഇവിടെ എത്തുകയും പ്രകൃതി ഭംഗിയായ ഈ സ്ഥലം കണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. കരിയത്തുംപാറ കൃത്യം 6 മണി ആയതോടുകൂടി ഇവിടെ ക്ലോസിംഗ് ആയിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് 1.5 കിലോമീറ്റർ കൂടി പോവുകയാണെങ്കിൽ തോണിക്കടവ് എന്ന ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയുണ്ട്. അവിടേക്കും കൂടെ ഇവിടെ എടുത്ത അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അവിടെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ വേഗം നമുക്ക് അവിടെയും കൂടെ പോയിട്ട് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
തോണികടവ് ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന ആകർഷണം വാച്ച് ടവറാണ്. വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുകയാണെങ്കിൽ പെരുവണ്ണാമൂഴി ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വിദൂര ദൃശ്യം കാണാം. വാച്ച് ടവർ കൂടാതെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള ചെറിയ ചെറിയ റൈഡിങ്ങുകളുണ്ട്. ബോട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും താഴെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഓപ്പൺ സ്റ്റേജാണ്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഓപ്പൺ സ്റ്റേജും ഈ തോണികടവ് ടൂറിസം കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. കരിയത്തുംപാറയുടെയും തോണികടവിൻ്റെയും ചന്തമുള്ള കാഴ്ചകൾ, മൊഞ്ചുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ മടങ്ങുകയാണ്. വീണ്ടും റൈഡിംഗ് റിപ്പോർട്ടർ മറ്റു വിശേഷങ്ങളുമായി കാണും. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിരും ഹരികൃഷ്ണനുമൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അപ്പോൾ അടുത്തൊരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ കൂടി കരിയാത്തുംപാറ. കോഴിക്കോടുകാർക്ക് പ്രത്യേകിച്ച് എളുപ്പത്തിൽ പോയി വരാവുന്ന ഒരിടം.